ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു. എൻ്റെ പേര് അഖിൽ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ജോലിയില്ലാത്ത കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത്, ജോലിയില്ലാത്ത ഒരുപാട് കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഒരുപാട് ഗവൺമെൻറ് ജോലീസ് എൻ്റെ വീഡിയോയിൽ വരുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൽ വന്നിരിക്കുന്ന പുതിയൊരു റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ്. ഇത് ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അഥവാ IPBPയിൽ നിന്നുള്ള പുതിയ റിക്രൂട്ട്മെന്റ് ആണ്. രാജ്യത്ത് മുഴുവൻ 348 ഒഴിവുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. PB എന്നത് പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഒരു സർക്കാർ ബാങ്കിംഗ് സ്ഥാപനമാണ്. ഇത് ബാങ്കിംഗ്, ഫിനാൻസ് ലിറ്ററസി എന്നിവ ഗ്രാമത്തിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇന്ത്യയിലുടനീളം 650 ബാങ്കിംഗ് ഔട്ട്ലെറ്റുകളുണ്ട്. ഏകദേശം 1.5 ലക്ഷം പോസ്റ്റ് ഓഫീസുകളും 3 ലക്ഷം പോസ്റ്റ്മാൻമാരും GDSും കൂടി ഈ ബാങ്കിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾക്കറിയായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഇതേ കണക്ക് ഒരുപാട് ബാങ്കുകൾ കാണും. നിലവിൽ ഇപ്പോൾ IPBB ഡിപ്പാർട്ട്മെന്റിൽ ഓഫീസ് പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ഗ്രാമീൺ ഡാക് സേവക എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി 2025 ഒക്ടോബർ 9 മുതൽ ഈ മാസം 29 വരെയാണ്. അപേക്ഷ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇത് പാൻ ഇന്ത്യൻ റിക്രൂട്ട്മെന്റ് ആയതിനാൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഒഴിവുണ്ട്. കേരളത്തിലും ഒരുപാട് ജില്ലകളിൽ ഒഴിവുണ്ട്. തിരുവനന്തപുരം, വയനാട്, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, ഇടുക്കി എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഓരോ സർക്കിളിലെയും ഓരോ ബാങ്കിംഗ് ഔട്ട്ലെറ്റിൽ വീതം ഒഴിവുകളുണ്ട്. മറ്റു സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിരവധി അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് അവിടെയാണ് അപ്ലൈ ചെയ്യാൻ താല്പര്യമെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാം. ഈ പോസ്റ്റിന്റെ എന്തൊക്കെയാണ് ജോബ് റോൾസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ചുമതലകൾ വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബാങ്കിന്റെ വിവിധ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, വിൽപ്പന ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുക, കസ്റ്റമർ എടുക്കുന്നതിനായി അവരുടെ മേഖലകൾ ക്യാമ്പയിൻ പ്രചാരങ്ങൾ നടത്തുക, കൂടാതെ ഗ്രാമീണ ഡാക് സേവകരെ പരിശീലിപ്പിക്കുക, ഡാക് ഓഫീസുകളിൽ IPB ഉദ്യോഗസ്ഥരും ചേർന്ന് ബിസിനസ് വളർത്തുക, കസ്റ്റമർമാരെ ആകർഷിച്ച് അവരുടെ ബന്ധം നിലനിർത്തുക, ബാങ്കിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ മാർക്കറ്റിംഗ്, ട്രെയിനിങ്, ഇവന്റുകൾ എന്നിവ നടത്തുക. അപേക്ഷിക്കാനുള്ള പ്രധാന നിബന്ധനകൾ ഏതൊക്കെയെന്ന് നോക്കാം. നിങ്ങളുടെ ജോബ് റോൾ വരുന്നത് എക്സിക്യൂട്ടീവ് എന്നൊരു ജോബ് റോളാണ്. നിങ്ങളുടെ ഇവിടെ ക്വാളിഫിക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റെഗുലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. അത് ഏതെങ്കിലും ഒരു വിഷയത്തിലായാലും ഒരു പ്രശ്നമില്ല, ആയാലും കുഴപ്പമില്ല. നിങ്ങളൊരു ഗ്രാജുവേറ്റ് പാസ് ആയിരിക്കണം. കൂടെ നിങ്ങളുടെ അടുത്ത പ്രായപരിധി വരുന്നത് 20 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. ഓക്കെ, നിങ്ങൾക്ക് യാതൊരു എക്സ്പീരിയൻസോ ഒന്നും തന്നെ ആവശ്യമില്ല ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന്. അതുകൊണ്ട് നിങ്ങൾ ഫ്രഷർ ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. കൂടാതെ അപേക്ഷിക്കുമ്പോൾ വിജിലൻസ് കേസോ ഒന്നും തന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കേസോ അങ്ങനെ ഒന്നും നിലവിലില്ലായിരിക്കണം. ഇത് നിങ്ങൾക്ക് പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കുകയാണ്. സാലറിയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രതിമാസം നിങ്ങൾക്ക് കിട്ടുന്ന സാലറി 30,000 രൂപയാണ്. നല്ലൊരു സാലറി തന്നെയാണ്. ഈ നിയമനം പൂർണ്ണമായും കോൺട്രാക്ട് ബേസ് ആണ്. ഇവിടെ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇവിടെ വേറെ നിങ്ങൾക്ക് എക്സാം ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ഗ്രാജുവേഷന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർ നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. സാധാരണ ഡാക് സേവകന്റെ പോലെ 10ാം ക്ലാസ്സിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഡിഗ്രിയുടെ മാർക്കിൽ എത്രയാണോ കിട്ടുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഇവരുടെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. അതിനനുസരിച്ച് ഇവർ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. അതുവഴിയായിരിക്കും നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു അപേക്ഷാ ഫീസ് ഉണ്ട്. അപേക്ഷാ ഫീസ് 750 രൂപയാണ് നിങ്ങൾക്ക് വരുന്നത്. അപേക്ഷ ഓൺലൈൻ മാത്രമായിട്ടാണ് സ്വീകരിക്കുന്നത്. അപേക്ഷിക്കുന്നവർ ശരിയായ വിവരങ്ങൾ നൽകണം. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ നിയമനം റദ്ദാക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ജോലിയാണ്. പോസ്റ്റ് ഓഫീസ് ജോലി ചെയ്യുന്ന GDSകൾക്കായി ഇത് മികച്ചൊരു അവസരമാണ്. 30,000 ശമ്പളത്തോടെ സർക്കാർ ബാങ്കിംഗ് മേഖലയിൽ ഒരു അനുഭവം നേടാനുള്ള വലിയൊരു അവസരം തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ പുതിയ സർക്കാർ ജോബ് അപ്ഡേറ്റുകൾക്ക് അറിയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇതാണ് നിങ്ങളുടെ ഗ്രാമീണ പോസ്റ്റ് ബാങ്കിന്റെ റിക്രൂട്ട്മെന്റ് വരുന്നത്. ഇവിടെ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് 9/10/2025 മുതൽ 20/10/2025 വരെയാണ്. ഇവിടെ നിങ്ങളുടെ വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 348 വേക്കൻസിയാണുള്ളത്. ഇവിടെ നിങ്ങളുടെ ജോബ് റോളും ക്വാളിഫിക്കേഷനും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡിഗ്രിയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് കേരളത്തിൽ ഉള്ള പോസ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇടുക്കി, തിരുവനന്തപുരം, വയനാട്, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് വേക്കൻസികൾ വരുന്നത്. ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് എത്തും.
ഇതാണ് നിങ്ങൾക്ക് ഇതിന് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇവിടെ നിങ്ങൾ അപ്ലൈ നവിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഫോൺ ലാൻഡ്സ്കേപ്പ് മോഡിലോട്ട് മാറ്റുക. ബാക്കി ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ രജിസ്റ്റർ ക്ലിക്ക് ഹർ ടു ന്യൂ രജിസ്ട്രേഷനിൽ കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം, ഞാൻ ഓരോന്നും പറയുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് നെയിമുണ്ട്, നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ ബേസിക് ഇൻഫോ കൊടുക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞ് നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണം. അവസാനം ലാസ്റ്റ് പേയ്മെൻ്റ് ആണ് വരുന്നത്. ഇത് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ പുതിയ സർക്കാർ ജോബ് അപ്ഡേറ്റുകൾക്ക് അറിയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം.